അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതായത് ഒരു അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ വീക്കിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഈ അപ്പോളോ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഇപ്പുറത്ത് 1W എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അത് ആ വീക്കിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നതെന്നുള്ളതിൻ്റെ മീനിങ് ആണ്. ഇതിൻ്റെ സപ്പോർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണ് എന്നൊക്കെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഞാനിത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഈ വീഡിയോ കണ്ട് ഒരാളും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അവനവൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിനും സ്വന്തം തീരുമാനത്തിനും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സപ്പോർട്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അത് നമുക്ക് മാറ്റാതെ ഇത് നമുക്കൊന്ന് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു ലാപ്പ് വേണം ശരിക്കും. നമുക്ക് ഈ സ്ക്രീൻ അത്ര സുഖമില്ല. ഇത് ഇത്രയും ചെറിയ സ്ക്രീനിൽ നമുക്കിത് വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതൊരു മേജർ സപ്പോർട്ടാണ്. അതായത് 1999 മുതൽ ഇന്ന് വരെ ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് ഈ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ വില ഇന്ന് വരെ പോയിട്ടില്ല. അതാണ് നമ്മൾ ഈ സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴെല്ലാമാണോ ആ പച്ച വര, ഇപ്പം നമ്മൾ വരച്ച പച്ച വര വന്നിരിക്കുന്നത്, അവിടെ നിന്നെല്ലാം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഇതൊരു പ്രൈസാണ്, സ്റ്റോക്കിൻ്റെ പ്രൈസാണ്, ആ പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇനി എവിടെയൊക്കെ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പച്ച വരയിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ക്ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കതിന്മേ ആ വരയിൽ ഞെക്കി പിടിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മൾ ക്ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. അതിപ്പോൾ ഏകദേശം ഒരു റെസിസ്റ്റൻസിൽ തന്നെയാണ് ആ ഒരു ക്ലോൺ വന്നിരിക്കുന്നത്. ഇതിലൂടെ ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു സോൺ കിട്ടിയിരിക്കുന്നത്. കണ്ട, അപ്പോൾ ആ ഒരു വര ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. കാര്യം ആ ഒരു വര റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കളർ മാറ്റാം. അത് നമുക്ക് ചുവന്ന കളറാക്കാം. അതിൻ്റെ കളർ ചുവന്ന കളറാക്കി. അപ്പോൾ ആ വര ഇപ്പം നമ്മൾ വരച്ച ചുമന്ന വരയിൽ എവിടെയൊക്കെ തവണ മുട്ടിയിട്ടുണ്ടോ അവിടുന്നെല്ലാം ഇതിൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞ് താഴത്തേട്ട് പോന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിലാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ലാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ വലിയ സ്ക്രീനിൽ ഇത്തിരി കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് ഒന്നും കൂടെ സൂം ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു സപ്പോർട്ടും കൂടെ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. കണ്ട, ഇപ്പം നമ്മൾ ആ ഒരു വര വന്നപ്പോൾ ഇതിന് നമുക്കൊരു കളറ് മാറ്റണേ. കണ്ടോ, ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു കളറ് നമുക്കൊരു അതുമേ ഞെക്കിക്കഴിഞ്ഞാൽ കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പെൻസിലിൻ്റെ അവിടെ ഞെക്കിയാൽ അതിൻ്റെ കളറ് മാറ്റാം. അത് നമുക്കൊരു എന്ത് കളർ കൊടുക്കണം, ഒരു വെള്ള കളർ കൊടുക്കാം. ആ വെള്ള കളർ, ഇപ്പം നമ്മൾ വരച്ച വെള്ള കളറും ഒരു മേജർ സപ്പോർട്ടാണ്. അതൊന്നും കൂടെ മാറ്റാനുണ്ടല്ലോ. ഇവിടെയല്ലേ സപ്പോർട്ട് വരണ്ടേ. കണ്ട, അതാണ് അതിൻ്റെ അടുത്ത ഒരു സപ്പോർട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം ആ ഒരു ലൈനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആ ഒരു സപ്പോർട്ട്, അതായത് വെള്ളവരയിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആ വെള്ളവരയിൽ തട്ടിയത് മുകളിലോട്ട് പോയിട്ടുണ്ട്. വീണ്ടും ഈ ചുവന്ന വരയിൽ ഇടിച്ചത് ഇവിടെ വന്നപ്പോൾ താഴത്തേട്ട് വന്ന് വീണ്ടും ആ വെള്ളവരയിൽ ഇടിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം ഈ വെള്ളവര ക്രോസ് ചെയ്ത് താഴത്തേട്ട് വന്ന് നമ്മുടെ മേജർ താഴത്തേട്ടുള്ള സപ്പോർട്ടായ ആ പച്ച വരയിൽ മുട്ടിയിട്ടാണ് പിന്നീട് തിരിച്ച് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇടിച്ചിടിച്ച് ഇപ്പം നമുക്കത് ആ വെള്ളവരയിൽ നിൽക്കുവാണ്. നിലവിലുള്ള എൻ്റെ എൻ്റെ നിരീക്ഷണം വെച്ച് നമ്മളിതിങ്ങനെ സൂം ചെയ്ത് നോക്കിയാലാണ് നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇനി നിലവിൽ എൻ്റെ ഒരു നിരീക്ഷണം വെച്ച് ആ മുകളിലുള്ള ഒരു
ചുവന്ന വരയുടെ ആ ഒരു റേഞ്ചിൽ അവിടെ വരെ ഇത് പോകാം എന്നാണ് എൻ്റെ നിരീക്ഷണം. പോയില്ല എങ്കിൽ ആരും എന്നെ ചീത്തയൊന്നും വിളിക്കരുത്. ഇതിപ്പം ഞാനും ഇത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട ആരും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം സ്വയം അവസരം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് എവിടെയൊക്കെയാണ് ഒരു സപ്പോർട്ട്, എവിടെയൊക്കെയാണ് ഒരു റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക. എന്താണ് സപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക. അപ്പോൾ അത് സപ്പോർട്ട് എന്താണെന്ന് നോക്കുന്നതാണ് ഈ വീഡിയോ. ഇത് നമ്മൾ ലോങ് ടൈമിലായിട്ടുള്ള അവസരങ്ങളാണ് ഈ വീക്കിലി ചാർട്ട് വെച്ച് നമുക്ക് നോക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ലോഗ് ചാർട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ലോഗരിതമിക് എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലോഗ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നിയാസ് PB എന്ന് പറഞ്ഞൊരു യൂട്യൂബർ, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ സജീവമായ ഒരു മാഷുണ്ട്. ആളാണ് നമ്മളെ ഇതുപോലെ വീക്കിലി ചാർട്ടിൽ ഇതുപോലെ ചാർട്ടിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഏറ്റവും നന്നായി എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.